2026 ലോകമെമ്പാടും ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം കണാകുണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഡിക്രൂസേട്ടനാണ്. ഡിക്രൂസേട്ടൻ നമസ്കാരം. നമസ്കാരം. ഡിക്രൂസേട്ടൻ എത്ര വർഷത്തോളമായി കാണും ഫുട്ബോളിൽ സഹകരിക്കുന്നു? ഞാൻ എനിക്ക് ഓർമ്മ ശരിയാണെന്നുണ്ട്, ഏകദേശം ഒരു 2 വയസ്സ് മുതൽ ഞാൻ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങി. ഏതെല്ലാം ക്ലബിന് വേണ്ടി ഡിക്രൂസേട്ടൻ കളിച്ചിട്ടുണ്ട്? ഞാൻ കൈരളി ക്ലബിന് വേണ്ടി കളിച്ചിട്ടുണ്ട്, പുന്നമട ആർട്സ് ക്ലബിന് വേണ്ടി കളിച്ചിട്ടുണ്ട്, പിന്നെ ശശി സ്മാരക ക്ലബിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഡിക്രൂസേട്ടന്റെ കുടുംബജീവിതവും ഫുട്ബോൾ കരിയറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും എന്റെ ജീവിതത്തിൽ തന്നെ ഉണ്ട്. എന്റെ 26ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യ മാച്ചിന് പോകുന്നത്. എന്റെ ആദ്യ മാച്ച് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോഴാണ് എനിക്ക് മെസ്സി മോൻ ഉണ്ടാകുന്നത്. എന്റെ 2ാമത്തെ മാച്ച് കഴിഞ്ഞ് ഞാൻ വരുമ്പോഴാണ് എനിക്ക് റൊണാൾഡോ മോൻ ഉണ്ടാകുന്നത്. 3ാമത്തെ മാച്ചിലും ഞാൻ പോയി. അത് ഏകദേശം പകുതി ആയപ്പോഴാണ് എനിക്ക് റെഡ് കാർഡ് കിട്ടി. ഞാൻ ഫീൽഡ് ഔട്ട് ആവുന്നത്. അങ്ങനെ ഫീൽഡ് ഔട്ടായി ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. ഈ പഴയ ഓർമ്മകളൊക്കെ ആയിട്ട് വീടിന്റെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. ഡിക്രൂസേട്ടന് ഈ ഫുട്ബോൾ കരിയറിലേക്ക് പ്രേരണയായിട്ടുള്ളത് കുടുംബത്തിലുള്ള ആരെങ്കിലും ആണോ? തീർച്ചയായിട്ടും എന്റെ മുത്തശ്ശൻ നല്ലൊരു കളിക്കാരനായിരുന്നു. ആ മുത്തശ്ശന്റെ കഴിവ് എനിക്കാണ് കിട്ടിയിരിക്കുന്നത്. ഡിക്രൂസേട്ടനെ പോലെ ഒരുപാട് കഴിവുള്ള ഒരുപാട് പ്രതിഭകൾ നമ്മുടെ കേരളത്തിൽ ഇനിയുമുണ്ട്. അവരെയെല്ലാം നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരികയും ഇനിയും അവരെ നമ്മുടെ ചാനലിലെ മുൻനിരയിൽ എത്തിക്കുകയും ചെയ്യുന്ന നമ്മുടെ കണാകുണ ചാനലിനും നമ്മുടെ സ്വന്തം കണാകുണ ചാനലിന്റെ ക്യാമറാമാനായ ഹുസൈൻ മെലിഞ്ഞമലയ്ക്കും നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.